പുല്ലപ്പടി പാലത്തിന് കീഴെ വൻ തീപിടുത്തം എന്നുള്ളൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. തീ അണയ്ക്കാൻ സജീവ ശ്രമം നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. എറണാകുളം പുല്ലപ്പടി പാലത്തിന് കീഴെയാണ് തീപിടുത്തം ഉണ്ടായത്. ആ വിവരങ്ങളാണ്. വലിയ തോതിൽ തന്നെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ തുടരുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, വലിയ രീതിയിൽ തന്നെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ നടക്കുന്നത്, പറയൂ. വലിയ തീപിടുത്തമാണ്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ആളുകൾ ശ്രദ്ധിച്ചത്. മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് ആളുകൾ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് നേരമായി ഈ മേഖലയിലാകെ വലിയ പുകപടലമാണ്. മാത്രമല്ല, തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. താഴെ ഇപ്പോഴും ഈ മാലിന്യം കൂട്ടിയിട്ട പ്രധാനപ്പെട്ട സ്ഥലത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം, പുല്ലേപ്പടി പാലം വഴിയുള്ള ഗതാഗതം സമ്പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. സമ്പൂർണ്ണമായി ഗതാഗതം സ്തംഭിച്ച് 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ പാലത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് പേർ ഇവിടെ കൂടി നിൽക്കുന്നു. കാരണം വളരെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. വാഹന ഗതാഗതവും ഒക്കെ കാര്യമായിട്ടുള്ള സ്ഥലം. എന്നാൽ സമ്പൂർണ്ണമായി വാഹന ഗതാഗതം നിർത്തലാക്കി രക്ഷാപ്രവർത്തനത്തിലേക്ക്. കാരണം ഈ തീ പൊന്തിയ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോൾ വ്യക്തമല്ല. തീ അണയ്ക്കാനുള്ള ശ്രമം സജീവമായി നടക്കുന്നു. നമുക്കിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ഫയർഫോഴ്സുകാരുടെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. നമസ്കാരം സാർ, ഒരു മിനിറ്റ്. എന്താണ് സ്റ്റേഷനിൽ കിട്ടിയ വിവരം? എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ലിമിറ്റഡ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ അറിയിക്കാതെ ലിമിറ്റഡ് ഇപ്പോൾ ഒന്നുമില്ല. ശരി. ഭയപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന നിലയിലാണ് മറുപടി വരുന്നത്. നമുക്ക് കാണാം, ഈ പാലത്തിന്റെ ഒരു ഭാഗം സമ്പൂർണ്ണമായി മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച് നിൽക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്തുള്ള ആളുകളെ ഒക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആളുകളൊക്കെ ഈ അപകട മേഖലയിൽ നിന്ന് മാറ്റി പുറത്തേക്ക് നിൽക്കാൻ നിർദ്ദേശം നൽകി അവരൊക്കെ മാറിയിട്ടുണ്ട്. പാലത്തിലൂടെയുള്ള ഗതാഗതം സമ്പൂർണ്ണമായി നിശ്ചലമാക്കിയിട്ടുമുണ്ട്. എന്തായാലും 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം സജീവമായി നടക്കുന്നു. തീ ആദ്യം പൊങ്ങിയ സ്ഥലത്ത് അത് നിയന്ത്രണം വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. അതെ, ആദ്യം പൊങ്ങിയ സ്ഥലത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അവർ ഇപ്പോൾ തീ പൊങ്ങിയതിൻ്റെ തൊട്ടടുത്തേക്ക് ഇറങ്ങി തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞു. ഈ മാലിന്യവും മറ്റ് ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട ഉൾഭാഗത്തേക്ക് ആ തീ സമ്പൂർണ്ണമായി അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആശ്വാസമുള്ള കാര്യം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നുമുണ്ട് ഉള്ളിൽ നിന്ന്. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ ആളുകൾ ആ ഭാഗത്തില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തൊട്ടടുത്ത് താമസിക്കുന്ന ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ദൃശ്യത്തിൽ കാണാൻ വലിയ രീതിയിൽ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കെന്തോ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഒരു ഇതും കണ്ടതാണ്. അതിലൊരു ചെറിയൊരു ആശങ്ക. അനൂപി, മാലിന്യ കൂമ്പാരം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സാധാരണ എവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതാണോ, അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും ആണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ടോ? ഈ തീ ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതിന് തൊട്ടടുത്ത് ആളുകൾ താമസിക്കുന്ന കെട്ടിടമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ താമസിക്കുന്ന കെട്ടിടമാണ്. അങ്ങോട്ടേക്ക് തീ പടർന്നിട്ടില്ല. എന്നാൽ ഈ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട സ്ഥലമായിരുന്നു ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസുകാരും ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മാത്രമേ ഉള്ളൂ. ആളുകളെ ഒക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുന്നത് ചെറിയൊരു പ്രയാസമുണ്ടെങ്കിലും ആക്രിക്കടയായിരുന്നു. മാലിന്യങ്ങൾ തൊട്ടടുത്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെയാണ് തീ പടർന്നിരിക്കുന്നത് ഇപ്പോൾ. എന്നാൽ ആദ്യം തീ പടർന്ന ഒരു ഭാഗം, അതായത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഭാഗത്തെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പുറത്ത് ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്താണ് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാകാനുള്ളത്. അവിടെ ഇപ്പോഴും തീ കത്തുകയും ഒപ്പം തന്നെ വലിയ തോതിൽ പുകപടലം നിറയുകയും ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. അപ്പുറത്തെ ഭാഗത്ത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ആളുകളോട് ഈ പാലത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വലിയ പുകപടലമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്
എന്നറിയാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീ പിടിച്ചിരിക്കുന്നത് ഒരു ഭാഗം മാലിന്യ കൂമ്പാരത്തിന് കൂടി ആയതുകൊണ്ട് തന്നെ രൂക്ഷമായ ദുർഗന്ധം ഈ ഭാഗത്ത് ഉയരുന്നുമുണ്ട്. എന്തായാലും ഒരു ഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമുണ്ട്. ആളുകൾ ആരും തന്നെ ഈ തീപ്പടർന്ന മേഖലയിൽ ഇല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഒരു കുഴപ്പം പിടിച്ച സാഹചര്യത്തെ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ തീ പടരുന്നതിൻ്റെ ഉള്ളിൽ നിന്നോ പൊട്ടിത്തെറി നമുക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാലിന്യ കൂമ്പാരമാണ്, എന്തൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന ഒരു പ്രശ്നം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉള്ളിലേക്ക് കയറി, അതായത് ഈ ഇതിനുള്ളിലേക്ക് കയറി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഒരു ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലമാണ്. ആ ഷീറ്റുകൾ തറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീ വലിയ അപകടകരമായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു. മൂന്നാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. വളരെ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. 2 യൂണിറ്റുകൾ തന്നെ ശ്രമിച്ച് ഒരു ഭാഗത്തെ തീ ഏതാണ്ട് അണയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തീ പടർന്നിരിക്കുന്ന ഭാഗത്ത് അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള സജീവ ശ്രമം വളരെ വേഗത്തിൽ അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ, തീ അണയ്ക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. ഈ ഇരുമ്പ് ഷീറ്റുകൾ തകർത്ത് ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നേരത്തെ ആദ്യം തീ പടർന്ന ഭാഗത്തിന് തൊട്ടിപ്പുറത്തും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. പക്ഷേ തീ മറ്റു ഭാഗത്തേക്ക് പടരുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇപ്പോൾ മൂന്നാമതായി എത്തിയ ഫയർഫോഴ്സ് ആ ഭാഗത്തേക്ക് കൂടി തീ അണയ്ക്കാനുള്ള ശ്രമമാണ്. തീ പാലത്തിന്റെ മറ്റേ ഭാഗത്തേക്ക്, ഒരു ഭാഗത്തായിരുന്നു ഇത്രയും നേരം പടർന്നതെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് അവിടേക്ക് എത്തുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടക്കുന്നു.